മതി, എനിക്കൊന്നും കേൾക്കണ്ട. കുറച്ചു നേരം സ്വസ്ഥമായിരിക്കാൻ എന്നെ വിടൂ. ചേച്ചി, ഞാൻ... പറയൂ, എന്താ പറയുന്നത്? പെട്ടുപോയല്ലോ, അതുകൊണ്ട് പോകുന്നിടത്തോളം പോട്ടെ എന്നായിരുന്നു എന്റെ ഇതുവരെയുള്ള ചിന്ത. ഈ ജീവിതത്തിൽ നിന്ന് എത്രയും വേഗം ഒരു മോചനമുണ്ടാകുമെന്ന് ഞാൻ ആശിച്ചിരുന്നു. എന്റെ ആശയും സ്വപ്നങ്ങളും അസ്ഥാനത്താണെന്നും പാടില്ലാത്താണെന്നും എനിക്കിപ്പോ തോന്നുന്നു. നിനക്ക് നല്ല ബുദ്ധി വന്നു എന്നർത്ഥം. ഇനിമേൽ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാം, ഒരെതിർപ്പും കൂടാതെ. നിൽക്ക്. നീ നല്ല മനസ്സോടെ വരുമ്പോ നിനക്കും നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു തരണമല്ലോ. ഒരു വലിയ പണക്കാരനെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. വലിയ അഫ്ഗാനി കോൺട്രാക്ടറാ. ഇവിടുത്തെ ചേട്ടന്റെ സ്വന്തം ആളാ. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് ചേട്ടൻ ഈ നിലയിലൊക്കെ എത്തിയത് തന്നെ. നിനക്ക് വളരെ ഗുണമുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാ. ഇന്നലെ ഞാൻ ചേട്ടനോട് പറയാം. നീ ഇത്ര സുന്ദരിയാണെന്ന് രാവിലെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. എന്താ വല്ലാതിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഇതാ കഴിക്കൂ. വേണ്ട. എന്താ ഇന്ന് വേണ്ടെന്നോ അതോ കഴിക്കില്ലെന്നോ? ഹലോ, ഈവനിങ്. ഇങ്ങനെയാണോ നേരത്തെ വരുന്നത്? ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. ആ, രാധയ്ക്ക് ഇദ്ദേഹത്തെ പരിചയമില്ലല്ലോ. ഏയ്, ഇവിടെ രഹസ്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. രാധ നമ്മുടെ സ്വന്തമാ. ഇദ്ദേഹം എക്സൈസ് കമ്മീഷണർ മിസ്റ്റർ സുധേവൻ. ഇരിക്കൂ. ആ, രാധയുടെ ദൈവം തന്നെ കമ്മീഷണർ അദ്ദേഹത്തിന് സ്മാൾ അഴിച്ചു കൊടുക്കും. ആ, മതി. രാധയുടെ കൈ കൊണ്ടായിട്ട് സ്വീറ്റ് ആയിരിക്കും. അപ്പോഴേ ഇത് സ്വന്തം പ്രോഡക്റ്റ് അല്ലല്ലോ. ഹോട്ടൽ മുതലാളിമാരാരെങ്കിലും സ്വന്തം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കൂ? അതുകൊണ്ടല്ല, മദ്യരായക്കന്മാരെ ഭയപ്പെടണമല്ലോ. എല്ലാവർക്കും സ്വന്തം ഡിസ്ട്രിക്റ്റ് ഉണ്ടെന്ന ജനസംസാരം. സർക്കാർ ഓഫീസിൽ മാത്രമായ ഇൻഫർമേഷൻ ഇല്ല. അല്ലാതെ എങ്ങനെ മുതലാകാനാ? സാറിന് അറിയാമല്ലോ. സാർ, എന്താ ജോൺസൺ? നമ്മുടെ പറയണം. നമ്മുടെ സ്പിരിറ്റ് ലോറികൾ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിട്ടിരിക്കുന്നു. അതിന് താൻ ഇത്ര പരിഭ്രമിക്കുന്നതിനാ? എക്സൈസ് പാർട്ടിയാ പിടിച്ചത്. അതിനെന്താ, എക്സൈസ് കമ്മീഷനിലേ ഇരിക്കുന്നത്. താൻ വയ്ക്കോ? പീതാംബരന് പെർമിറ്റ് ഇല്ലേ? ഉണ്ട്. പിന്നെന്താ പിടിക്കാൻ കാര്യം? സാധാരണ ഒരു ലോഡിലുള്ള പെർമിറ്റ് കൊണ്ട് ഞങ്ങൾ 8-10 ലോഡ് കടത്താറുണ്ട്. ചെക്ക് പോസ്റ്റുകാർക്ക് കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കുന്നതുകൊണ്ട് അവർ ശല്യപ്പെടുത്താറില്ല. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. ഹലോ, എക്സൈസ് കമ്മീഷണർ ഹിയർ. ആരുണ്ട് അവിടെ? സാനന്ദനോ? മിസ്റ്റർ സാനന്ദൻ? ആ, ഞാനാ. പിന്നെ നമ്മുടെ പീതാംബന്റെ സ്പിരിറ്റ് ലോറികൾ. അതെ, അത് അതിന് പെർമിറ്റ് ഉള്ളതാ. അത് എത്രയും വേഗം റിലീസ് ചെയ്യണം. അതെ, പിന്നെ നേരം വെളുത്തിന് മുമ്പ് വേണം. പേപ്പേഴ്സ് ഒക്കെ അത് ശരിപ്പെടുത്തിക്കൊള്ളും. ഓക്കെ. താങ്ക് യു വെരി മച്ച്. പ്രാഥമികമല്ലോ മനസ്സിലായോ? എന്റെ പണവും അഭിമാനവും മാത്രമല്ല, എന്റെ ജീവനാണ് കമ്മീഷണറെ രക്ഷപ്പെട്ടത്. ഒരു ലോറി കടത്തുമ്പോ എത്ര രൂപയാ ലാഭം? ആ കണക്കൊക്കെ പിന്നെ പറയാം. തൽക്കാലം ഈ കണക്കൊന്ന് തീർക്ക്. Of course I'll finish it. രാധമ്മേ, ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താതെ എന്റെ ബിസിനസ് നടക്കില്ല. എന്ന് വെച്ചാൽ തൃപ്തിപ്പെടുത്തേണ്ടത് രാധമ്മയാണെന്ന് അർത്ഥം. അപ്പോ കോൺട്രാക്ടർ സാറിന് മദ്യവ്യാപാരവും സ്പിരിറ്റ് എടുത്തും മാത്രമല്ല, ബ്രോക്കർ പണിയും ഉണ്ട് അല്ലേ? രാധയ്ക്ക് ഫലിതം പറയാനും അറിയാം. ആ, ഇനി നിങ്ങൾ തമ്മിലായിരിക്കും. ഞാൻ രാവിലെ എത്താം. ഓക്കെ, ഗുഡ് നൈറ്റ്. See you. രാധയെന്നാ പേരല്ലേ? നല്ല പേര്. കാര്യങ്ങൾ എന്റെ പിടിയിൽ നിന്ന് പോയിരിക്കുന്നു. ഇനിയിപ്പോ എന്താ വഴി?
എക്സൈസ് മിനിസ്ട്രിയോ ചീഫ് മിനിസ്ട്രിയോ തന്നെ വിളിക്കണം. എനിക്കൊരു ഡിസ്റ്റിലറി ശരിയാക്കി തരാൻ വേണ്ടി അവർ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ചെറിയ കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടിക്കണം. ആ MLA മിസ് കുമാരനെ പിടിച്ചാ മതി. അയാളല്ലേ ലോക്കൽ നേതാവ്. കുമാരൻ മതിയോ? ആ കൊള്ളാം. ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും ഒരുപോലെ പിടിപാടുള്ള ആളാ. എന്നാ ഞാൻ ജയിച്ചു. നമ്മുടെ സ്വന്തം ആളാ. ലോറി വെടിവെച്ച് കിട്ടിയാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ? നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ടാങ്കറുകൾ കടത്തി കിട്ടില്ലായിരുന്നെങ്കിൽ സംഗതിയാകെ കൊഴിഞ്ഞേനെ. ഇനി അവന്മാർ കിടന്ന് എത്ര ബഹളം വെച്ചാലും ഒരു ചുക്കും സംഭവിക്കാനില്ല. തൊണ്ടിയും തെളിവും കയ്യിലില്ലാതെ എന്ത് ബഹളം വെക്കാനാ? കുമാരൻ ഇടപെട്ടില്ലെങ്കിൽ ഞാൻ കുടുങ്ങിയേനെ. ഏയ്, ഇതൊരു ചെറിയ കാര്യം. വലിയ കാര്യം വരാൻ പോകുന്നതേ ഉള്ളൂ. ആ ഡിസ്റ്റിലറി കൂടി ഒപ്പിച്ചെടുത്താൽ അത് എക്സൈസ് മന്ത്രി മുഖ്യനും ഒരുപാട് ഏറ്റിട്ടുള്ള കാര്യമല്ലേ? അത് നേടിയെന്ന് തന്നെ അങ്ങ് വെച്ചോ. പിന്നെ കോളല്ലേ. എന്റെ മോളുടെ ബർത്ത്ഡേക്ക് രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ഊണ് കഴിച്ചത്. ഇറങ്ങാൻ നേരത്ത് മോളുടെ തലയിലടിച്ച് സത്യം ചെയ്തതാണ്, മോളെ നിനക്കൊരു ബർത്ത്ഡേ പ്രസന്റേഷൻ അങ്കിൾ ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഏതോ ചില അലവലാദികൾ കേസ് കൊടുക്കാൻ പോകുന്നെന്നോ കൊടുത്തെന്നോ ഒക്കെ ഞാൻ കേട്ടത്. അതൊന്നും പുള്ളി വകവയ്ക്കില്ല. കാര്യം എന്തൊക്കെയാണെങ്കിലും വേണ്ടപ്പെട്ടവരെ വെറുപ്പിക്കാത്ത ഇത്ര നന്ദിയുള്ള ഒരു നേതാവിനെ വേറെ കാണാൻ പറ്റില്ല. അപ്പോ ഞാനൊന്ന് ഇറങ്ങട്ടെ. അങ്ങനെ അങ്ങ് ഇറങ്ങിയാലോ? സ്വല്പം ഒന്ന് ആഘോഷിക്കാതെയോ? വാ. പിന്നെ ഇരിക്കൂ. ഇത് രാധ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഏതായാലും ഈ ഏർപ്പാട് രണ്ടുപേർക്കും ഗുണമാണ്. ഞാൻ ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കൊച്ചു കള്ള. അപ്പൊ എന്നെയും കടത്തി വെട്ടിയോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്, സാറിന്റെ പ്രസംഗവും കേട്ടിട്ടുണ്ട്. ആ ആ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഉടനെ വന്നേക്കാം. അയ്യോ, എനിക്ക് ഉടനെ പോണം. ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ പോകാവുന്നേ. രാധേ, ആ സൂട്ട് കേസിങ് എടുക്ക്. നമ്മുടെ വലിയാശാനെ ഇന്ന് കണ്ട മറ്റേ കാര്യം ഒന്ന് ശരിയാക്കണം. അതിനു മുമ്പ് നമുക്ക് അങ്ങേരെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കണ്ടേ? അതിവിടെ വേണ്ട. ഈ പെണ്ണും വേണ്ട. ഈ പെണ്ണായാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം അങ്ങേരെ അറിയും. ഞാനിതിൽ ഇടപെട്ടുവെന്ന് അങ്ങേരോട്ട് അറിയുകയും വേണ്ട. പുള്ളിക്കാരന്റെ അടുത്ത ടൂർ എന്നാണെന്ന് അറിയിച്ചാൽ മാത്രം മതി. നമുക്ക് TV അറേഞ്ച് ചെയ്യാം. അങ്ങേരുടെ സകല പ്രോഗ്രാമും ഞാൻ ഇന്ന് തന്നെ അറിയിച്ചേക്കാം. എന്നാ ബാക്കി കാര്യം ഞാനും ഏറ്റു. ഓക്കെ. ഇതാ, ഇത് കുമാരന്. അയ്യോ, ഇത് വേണ്ടായിരുന്നു. വേണം. എപ്പോ വന്നാലും ഇതെനിക്ക് വാങ്ങാവുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ വന്ന സ്പിരിറ്റ് ലോഡിൽ എനിക്കൊരു 50 ലക്ഷം രൂപ കിട്ടും. അതിലൊരു വിഹിതം നിങ്ങൾക്ക് ഇരിക്കട്ടെ. ആ, ഞാൻ ഇറങ്ങട്ടെ. യു കണ്ടിന്യൂ. രാധേ, ലുക്ക് ആഫ്റ്റർ ഹിം. ഓല കൊടുത്തും മറ്റു തരത്തിലും സ്വാധീനിച്ച് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ വായ് മൂടിക്കെട്ടാൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മദ്യത്തിനും മങ്കയ്ക്കും പണത്തിനും അടിമകളായി പോകുന്ന ചില എംബോക്കികളായ നേതാക്കളും ട്രേഡ് യൂണിയൻ പ്രവർത്തകരുമാണ് ഇതുപോലുള്ള ജനദ്രോഹികളായ കുറെ മുതലാളികളെ നിലനിർത്തിയിരിക്കുന്നത്. കുട്ടി എന്താ ആലോചിക്കുന്നത്? ഞാൻ അന്നത്തെ സാറിന്റെ തീപ്പൊരി പ്രസംഗം ഓർക്കുകയായിരുന്നു. അത് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. രാഷ്ട്രീയത്തിൽ പ്രസംഗം വേറെ, പ്രവൃത്തി വേറെ. എന്നാലും സാറേ, നിങ്ങളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലേ? അന്ന് ഞാനൊരു ട്രേഡ് യൂണിയൻ നേതാവ്, ഇന്നോ MLA. ഒരുപക്ഷെ നാളെ ഒരു മന്ത്രി. എക്സാക്ട്ലി. വിശപ്പും വികാരവും എല്ലാവർക്കും ഒരുപോലെയല്ലേ?